السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദരിമാരെ, വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ മഹത്തായ ചർച്ചാ വിഷയം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അവൻ്റെ മാനസികമായി സുഖവും ദുഃഖവും മനസ്പ്രയാസങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്താണ് ഒരു പരിഹാരം നിർദ്ദേശിച്ചു തന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതൊരു മഹത്തായ പ്രാർത്ഥനയാണ്. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ വിഷയത്തിൽ സമ്മിശ്രമത്തിൽ അധിഷ്ഠിതമായി കൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്നത്. തിര നിന്നിട്ട് നമ്മുടെ കപ്പൽ ഇറക്കാം എന്ന് വിചാരിച്ചാൽ സമുദ്രത്തിലെ തിര നിൽക്കലുണ്ടാകുകയില്ല. കപ്പലിൽ നമ്മൾ എപ്പോഴും നമ്മുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് അപ്പോൾ കപ്പൽ അങ്ങോട്ട് ഇറക്കിക്കോളണം. അതുപോലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം ഒരാൾക്കും ഉണ്ടാകുകയില്ല. എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ ധനികനാണെങ്കിലും, എത്ര വലിയ ആലിമാണെങ്കിലും ആബിദാണെങ്കിലും അവർക്കൊക്കെ എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമില്ലാത്ത ജീവിതമില്ല. അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനും കൈകാര്യം ചെയ്യാനും പഠിക്കുക എന്നതാണ് മനുഷ്യന്റെ ജീവിതം. എന്നാൽ നമ്മൾ ശാരീരികമായി ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുക്കൽ ചെന്ന് മെഡിസിൻ തേടുകയും ഡോക്ടർ മരുന്ന് കുറിച്ച് തരികയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗം ശിഫ തരാനും മതിയായവനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് രോഗശമനം കിട്ടും. എന്നാൽ മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ ചില മരുന്നുകളൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഡോസ് കഴിയുമ്പോഴേക്ക് അതിൻ്റെ പൂർവോപരി തിരിച്ചു വരികയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾക്ക് മനസ്സിൽ അഗാധമായ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകൾ, മനോവേദനകൾ എല്ലാം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് വേണം എന്നുള്ളത് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്തിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് എല്ലാ നിലക്കും സുഖം കൊടുത്ത ഒരാളിവിടെ ഇല്ല. എല്ലാ നിലക്കും സുഖം കൊടുത്തിട്ട് അങ്ങനൊന്നുമില്ല. മനുഷ്യന്റെ ജീവിതം സുഖ ദുഃഖത്തിൽ സമ്മിശ്രമായി കൊണ്ടാണ്. എല്ലാം ഉണ്ടാവും. ചൂട് തണുപ്പുണ്ടാകുന്നത് പോലെ, വിശപ്പ് ദാഹം ഉണ്ടാകുന്നത് പോലെ, അതുപോലെ തന്നെ വേദന ഇല്ലായ്മ ഉണ്ടാകുന്നത് പോലെ, ഇങ്ങനെ എല്ലാത്തിലും വിപരീതമായ രണ്ട് വശങ്ങൾ ഉണ്ടാവും. അതിലാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്നുള്ളത്. പക്ഷെ അതെല്ലാം ഒരു സമനിലയിലായിക്കൊണ്ടിരിക്കണം. കൂടുതലായി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ള സംബന്ധിച്ച ഒരു ഹദീസ് عن عبد الله بن مسعود رضي الله عنه തൊട്ട് നിവേദനം ചെയ്ത ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ ഖാല അബ്ദുൻ ഖത്ത്, ഒരു വ്യക്തിയും തീരെ തന്നെ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന പ്രാർത്ഥന സംബന്ധിച്ചാണ് പറയുന്നത്. ഇദാ അസാബു ഹമ്മു വലാ ഹസൻ, ഒരു വ്യക്തിക്ക് ദുഃഖങ്ങൾ, മനസ്പ്രയാസങ്ങൾ എത്തിയിട്ട് ആ വ്യക്തി പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞിട്ടില്ല? ഇല്ല അൽഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു, അവന്റെ മനസ്പ്രയാസം, ദുഃഖം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളഞ്ഞിട്ടല്ലാതെ വഅബദലഹു മക്കാന ഹുദനൈ ഫർഹ, അവന്റെ ആ പ്രയാസത്തിന്, അവന്റെ ദുഃഖത്തിന് പകരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സന്തോഷത്തെ നൽകും എന്നുള്ളതാണ്. അവന്റെ ഹസ്നിന് പകരം, വേദനയ്ക്കും പ്രയാസങ്ങൾക്കും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സന്തോഷം നൽകും. ഏതാണ് ആ പ്രാർത്ഥന എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് പറയാം. അതിന്റെ പ്രാർത്ഥനകൾ ഇതൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് വിജയമുണ്ട്. എല്ലാ ആളുകൾ ഒക്കെ പ്രശ്നക്കാരാണ്. ഈ പ്രശ്നമുള്ള ആളുകൾ എവിടെയാണ് ഇതിന് പരിഹാരം എന്ന് വിചാരിച്ച് തേടി ഓടുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, മനുഷ്യന്റെ പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ മനുഷ്യന്റെ അസ്തിത്വ നിർമ്മാണവുമായി കൊണ്ട്
കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു തരി ഒരു പ്രകാശത്തിൻ്റെ ഒരു തരി നിന്റെ കൽബിൻ്റെ ഉള്ളിൽ ശേഷിക്കുന്നുണ്ട്. ആ പ്രകാശത്തെ നീ പ്രകാശപൂരിതമാക്കണം എന്നെങ്കിൽ മാത്രമാണ് നിനക്ക് രക്ഷയുണ്ടാകുക. അല്ലാതെ അവിടെ പോയാൽ എനിക്ക് മാറും, അല്ലെങ്കിൽ അവിടെ പോയാൽ എനിക്ക് രക്ഷ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും എന്ന് വിചാരിച്ച് നെട്ടോട്ടം ഓടുന്നവൻ അവൻ അന്ത്യനാൾ വരെ ആ ഓട്ടം ഓടുകയല്ലാതെ അവൻ്റെ പ്രശ്നം പരിഹരിക്കുകയില്ല എന്നുള്ളതാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ വക്കലുണ്ട്. വേറെ എന്തിനാ 4 ഭാഗം ഓടേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോരുത്തരുടെയും മനോഭാവത്തിനും വികാരങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തനം. അതേ ദുന്യാവെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു തആലക്ക് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്ത് കൊടുക്കുന്നവനാണ്, റഹ്മാനാണല്ലോ. അപ്പം അതെല്ലാം അള്ളാഹു തആല കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഹക്കും ബാത്തിലൂടെ ഹക്കിനെ വേർതിരിച്ച് മനസ്സിലാക്കി ബാത്തിലായി മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ്. എന്താണ് ആ പ്രാർത്ഥന എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളും വിഷയങ്ങളും വിപത്തുകളൊക്കെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈയുയർത്തുക. നമ്മൾ പറഞ്ഞില്ലേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭം സുജൂദിൽ ദുആക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ആ സുജൂദിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസരമാണ് മനുഷ്യൻ സുജൂദ് എന്ന് പറയുന്നത്. പക്ഷെ അറബിയിലായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം. അങ്ങനെയാണ് മഹാന്മാർ പറയുന്നത്. സുജൂദിലാവുമ്പോൾ അറബിയിലായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ആ പ്രാർത്ഥന എന്നുള്ളത്? اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك وعلمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഇതാണ് പ്രാർത്ഥന. പല പ്രാവശ്യം ഇതിൻ്റെ ഒക്കെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണ്ടേ. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞത്. കുട്ടികൾ മുമ്പ് വിളിച്ച് ചോദിച്ചപ്പോഴാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് ആ ഒരു ധാരണ ഉണ്ടായത്. നമ്മളിങ്ങനെ ഈ പ്രാർത്ഥന നമ്മളിങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് ഉപകാരം ഇല്ല എന്നുള്ളതല്ല. നമ്മൾ ഈ പറയുന്നത് എന്താണ് എന്ന് നമ്മളെ കൽബും നമ്മളെ നാക്കും നമ്മളെ മസ്തിഷ്ക തലച്ചോറും അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ, തൻ്റെ റബ്ബിൻ്റെ ദർബാറിലേക്ക് ഉയർത്തുമ്പോൾ ഒരുപാട് പരിവർത്തനങ്ങൾ മാനസികമായി ഈമാനികമായി മനുഷ്യന് വരാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചിന്തിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചതും. പരിശുദ്ധ ഖുർആനിലൂടെ ഇടയ്ക്കിടെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ നമ്മൾക്കറിയണം. എന്താ നോക്കുക? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഇന്നി അബ്ദുക, തീർച്ചയായും ഞാൻ നിന്റെ അടിമയാണ്. നീ എൻ്റെ യജമാനനാണ്, നീ എൻ്റെ നാഥനാണ്, എൻ്റെ ഖാലിഖാണ്, സൃഷ്ടാവാണ്. ഞാൻ നിന്റെ വളരെ ലൈഫായ ബലഹീനനായ അടിമയാണ്. എന്താ അടിമനാണ്? അക്ഷരം പ്രതി യജമാൻ അനുസരിക്കുന്നവൻ. അങ്ങനെ തന്നെ അല്ലേ? ഞാൻ എപ്പോഴും പറയും എപ്പോഴും പറയും ഇതൊന്നും നമ്മളതല്ല, ഇതൊരു വാടകയ്ക്ക് തന്ന സാധനം. ഇതൊന്നും നമ്മുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ വികാരങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നില്ല. ഉണ്ടോ? കണ്ണ്, കൈ, കാല് ഇതെല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരു യുവാവാകണം സാധ്യമാണോ? എൻ്റെ മുടി എന്നും ഇങ്ങനെ കറുത്ത് നിൽക്കണം സാധ്യമല്ല. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ലോകത്തുള്ള പുല്ല് പുഷ്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങളടക്കമുള്ള ആഴക്കടലുള്ള മത്സ്യജീവജാലങ്ങളെ മുഴുവനും നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ അതിനോരോ തഖ്ദീർ നിശ്ചിത പരിധി വെച്ചിട്ടുണ്ട്, കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണക്ക് വരെ അപ്പുറം ഒന്നും അങ്ങോട്ട് പോകില്ല. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് അത് സമ്മതിച്ചു കൊടുക്കാറുള്ളത്. പഠിച്ചോനെ, ഞാൻ നിന്റെ അടിമയാണ്, നീ എന്ത് വിധിക്കുന്നോ അത്, നീ എന്താണ് വിധിക്കുന്നത് അത് ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നി അബ്ദുക വബിനു അബ്ദിക, നിന്റെ അടിമയുടെ മകനാണ്. വബിനു അമതിക, നിന്റെ ദാസിയുടെ മകനാണ്. ആദം ഹവ്വ ദമ്പതിമാരുടെ മകനാണ് ഞാൻ, അല്ലെങ്കിൽ മകളാണ് ഞാൻ. പെണ്ണ് പറയുകയാണെങ്കിൽ അത് നേർപ്പിച്ചോ. ശരി. പിന്നെ അതുകൊണ്ട് എനിക്ക് വലിയ അഹങ്കാരങ്ങളൊന്നുമില്ല, ഒന്നും എൻ്റെ കരങ്ങളെ കൊണ്ടല്ല. നാസിയത്തി ബിയദിക, നാസിയത്തി ബിയദിക, എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് നിന്റെ കൈ കൊണ്ടാണ്. ശരിക്കും നറുകാന്ന്
അല്ലേ? ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നൊക്കെ മൂക്കാരൊക്കെ ഇട്ട് കൊടുക്കില്ല. അത് ഉദാഹരണം, ഒരു സാഹിത്യ വാക്ക് പറഞ്ഞതാ. നസ്യത്തി ബിയദിക, എന്റെ ജീവിതം നിർണയിക്കുന്നത് നീയാണ്, എന്റെ ജീവിതത്തിന്റെ കൺട്രോൾ നിന്റെ അടുക്കലാണ്. നസ്യത്തി ബിയദിക മാദിൻ ഫിയ ഹുക്മുക, എന്നിൽ നീ വിധിച്ചത് അതിൽ ഒരാളുടെ പങ്കില്ല, അത് നീയാണ് അതിൻ്റെ നിർണായകൻ. നിന്റെ മേൽ എൻ്റെ മേൽ കണക്കാക്കി എന്താ അത് നീ വിധിച്ചു, അത് ഒരാളെ കൊണ്ടും തടയാൻ സാധിക്കുകയില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാ കഴിവുകളും ഒരുമിച്ച് കൂട്ടിയാലും അതിനെ തടയാൻ സാധ്യമല്ല. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. അതിന് ഫിയ ഹുക്മുക, അതിലും ഫിയ ഖളാഉക, നിന്റെ ഖളാ, നിന്റെ വിധികൾ അത് നീതിപൂർവമാണ്. നീ നീതിപൂർവമാണ് എന്നിൽ വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് എനിക്ക് ഞാൻ സമ്മതിക്കുന്നു. നീ എന്ത് വിധിച്ചോ നിന്റെ നീതിപൂർവമാണ്, അതല്ലാതെ നീ അതിക്രമം ചെയ്തതല്ല. അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, ബികുല്ലി ഇസ്മിൻ, എല്ലാ ഇസ്മുകളെ കൊണ്ടും, ഹുവലക സമ്മൈത ബിഹി നഫ്സക്, ആ ഇസ്മുകൾ നിന്റെ നഫ്സിന് പേര് വെച്ചതാണ്, അങ്ങനത്തെ പേര് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അൻസൽതുഹു ഫീ കിതാബിക, അതല്ലെങ്കിൽ നിന്റെ അംബിയാ മുർസലീങ്ങളിലൂടെ, നിന്റെ പ്രവാചകന്മാരിലൂടെ ഇറക്കിയതായ പേര്, ആ പേരുകളെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഔ അല്ലംതുഹു അഹദൻ മിൻ ഖൽഖിക, അതല്ലെങ്കിൽ നിന്റെ അടിമകളിൽ നിന്ന് നീ പഠിപ്പിച്ചു കൊടുത്ത ആ വ്യക്തികളുടെ ആ പേരുകളുണ്ടല്ലോ, ആ നാമങ്ങൾ, ആ അഭരനാമങ്ങൾ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഔ ഇസ്തഗ്സറത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അതല്ല നീ ഇൽമുൽ ഗൈബിൽ ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ വെച്ച ആ മഹത്തായ ആ ഇൽമു കൊണ്ട്, ആ അറിവ് കൊണ്ട്, ആ നാമം കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അൻതജൽ ഖുർആന റബിയ ഖൽബി, പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അൻതജൽ ഖുർആന, ഖുർആനാക്കലിനെ റബിയ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ പ്രകാശമാക്കാം. വജലാ ഹുസ്നി വദഹാബ ഹമ്മി, എൻ്റെ മനസ്പ്രയാസങ്ങളും മനസ്ക്ലേശങ്ങളും എനിക്ക് ഒഴിവാക്കി തരണേ, പോകിക്കളഞ്ഞു തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പം നമ്മളെ അങ്ങനെ പ്രാർത്ഥിക്കണം. ആദ്യം ഹംദ് കൊണ്ട്, സ്വലാത്ത് കൊണ്ടും സലാം കൊണ്ടൊക്കെ തുടങ്ങി, എന്നിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭം, സുജൂദിലാണെങ്കിൽ സുജൂദിൽ ആണ്, സുജാദ് കടന്ന് ദ്വാരക്കാൻ അള്ളാഹു തആല ഉത്തരം നൽകാതിരിക്കുകയില്ല. ഇങ്ങനത്തെ സുജൂദ് കടന്ന് പറഞ്ഞാൽ മതി. അസ്മാഉൽ ഹുസ്ന ഇന്നലില്ലാഹി തിസ്അത വതിസ്ഈന ഇസ്മാ മൻ ഹഫിളഹാ ദഖലൽ ജന്ന, അള്ളാഹ്ക്ക് 99 പേരുകളുണ്ട്. ആ പേരുകൾ മനപ്പാടമാക്കിയാണ് സ്വർഗത്ത് കടന്നതാണ്. അല്ലേ? ഖുലിദുല്ലാഹ അവദുർ റഹ്മാന അയ്യമാ തദഉ ഫലഹു അസ്മാഉൽ ഹുസ്ന. നബിയെ തങ്ങൾക്ക് റഹ്മാൻ എന്നോ റഹീം എന്നോ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ പേര് കൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം. അള്ളാഹ്ക്ക് നിരവധി മെച്ചമായ പേരുകളുണ്ട്, അതുകൊണ്ടൊക്കെ നമുക്ക് ദുആ ചെയ്യാം. ദുആയാണ് ഇബാദത്ത്. അല്ലേ? അദ്ദുആ ഹുവൽ ഇബാദാന, ദുആ ഇബാദത്താണ്, അല്ലാതെ ഒന്നുമില്ല. അപ്പം നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അടുത്താണ് നിന്റെ സിറാത്തുൽ മുസ്തഖീം ചേർക്കണേ അള്ളാഹ്. അല്ലേ? അത് ആരൊക്കെ എന്തൊക്കെയാണ് പിന്നെ വിശദീകരിക്കുന്നത്, ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കാം. അതുപോലെ തന്നെ മനുഷ്യന് അങ്ങേയറ്റത്തൊരു പ്രയാസങ്ങൾ എത്തുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയൊക്കെ ഇത് അവിടെ നിവേദനം ചെയ്ത് വെച്ചത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദ് വറബ്ബുൽ അർശിൽ കരീം. ഈ പ്രാർത്ഥനയും നമുക്ക് ഉപയോഗപ്പെടുത്താം. കണ്ടോ? ഇതൊക്കെ അർത്ഥം എല്ലാവർക്കും അറിയില്ല. അലീമുൽ ഹലീമായ അന്നല്ലാതെ ഇലാഹില്ല. അർശിന്റെ ഉടമസ്ഥനാണ്, മഹത്വമേറിയവനാണ്, ആകാശ ഭൂമിയുടെ അധിപതിയാണ്, ഉടമസ്ഥനാണ്, പോറ്റി വളർത്തുന്നവനാണ്, അർശിന്റെ ഉടമസ്ഥനാണ്. ആകാശഭൂമിയെ നിയന്ത്രിക്കുന്നത് റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിക്കുന്നവർ. സുഹൃത്തുക്കളെ, ഇതിലൊന്നും നമ്മൾക്കൊരു പരിഭാഷ പറയാൻ സാധ്യമല്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ ചുരുക്കി അങ്ങോട്ട് പറയും. ഒരുപാട് വ്യാഖ്യാനം ഇതിനൊക്കെ ആവശ്യമാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുക. റബ്ബുൽ ആലമീൻ, ഞാൻ ഇന്നലെ പറഞ്ഞ റബ്ബുൽ ആലമീൻ ആരാണ്? ആലമീൻ്റെ റബ്ബ്. പക്ഷേ ആലം ഏതൊക്കെയാണ്? എങ്ങനെ എഴുതി തീർക്കുക? ഒരു ഈച്ചൻ്റെ ഇബ്തിദാവും ആഖിറൊക്കെ നമുക്ക് അതിൻ്റെ തുടക്കവും അവസാനവും അതിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടത് എങ്ങനെ? ഒരു ഉറുമ്പിൻ്റെ ജീവിതം എങ്ങനെ? അതാർക്കും സാധ്യമല്ല. അതാണ് അത്തരം കാര്യങ്ങൾ അഗാധമായ
അറിവുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എളുപ്പമാക്കി തരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഊസിക്കും ദുആ, എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനിൽ ലക്ഷോപലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് എത്തിച്ചെല്ലുന്ന സന്ദർഭം, മോചിപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ ബന്ധപ്പെട്ട ഭാര്യ, മാതാപിതാക്കളെ, കൂട്ടുകുടുംബങ്ങളെ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചെല്ലുന്ന ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവെ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ആമലും ഇബാദത്തും ഇൽമും ഒക്കെ വളരെ വളരെ കുറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് വളരെ ലൈഫായ ബലഹീനരായ ആളുകളാണ്. അതുകൊണ്ട് നിന്റെ മഹാനായ ഫضل കൊണ്ട് ഞങ്ങളിൽ വന്നുപോയ ചെറുത് വലുതും ആയ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ല, പുറത്തു തരണേ അല്ല, നീ പുറത്തു തരണേ അല്ല. ഞങ്ങളിൽ നിന്ന് ഞങ്ങളോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, മരിച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ല. അള്ളാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ദീർഘായുസ്സാഫിയത്ത് നൽകണേ അല്ല. നാഫിയായ ഇൽമ പ്രദാനം ചെയ്യണേ അല്ല. ഞങ്ങളുടെ അഹിലും മാലും നീ ബർക്കത്ത് നൽകണേ അല്ല. അഹിലും മാലും നീ ബർക്കത്ത് നൽകണേ അല്ല. ഞാമത്തിലാക്കണേ അല്ല. ഒരു കാലത്തും ഞഹമത്തിലാക്കല്ല അല്ല. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല. നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.